മൂലം, പൂരാടം, ഉത്രാടം, കാർത്തിക, രോഹിണി, മകയിരം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതായത് അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നവയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കാണുന്ന തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന ആളുകളിൽ പലരും നിലവിലുള്ള ജീവിതത്തിൽ ഒട്ടനവധി വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പുതിയ മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള വേവലാതികൾ ഒട്ടേറെയാണ്. അതായത് നിങ്ങൾക്ക് മുന്നിൽ ഉടനടി സാമ്പത്തികമായി പരിഹാരം കാണേണ്ട ചില വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിലെ സമാധാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി കാര്യതടസ്സങ്ങളുമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചിന്തിച്ച് ഒന്ന് മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് തന്നെ നാളുകളായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ പറ്റിയും ചിന്തിച്ച് അതിൽ ചില കാര്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ എന്താവും ഫലമെന്നറിയുവാൻ കാത്തിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരിക്കും. അപ്പോൾ അത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം കൊണ്ടാണ്. അപ്പോൾ മാളവ്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി മാളവ്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന പല വ്യക്തികളും നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എന്തൊക്കെയോ തരത്തിലുള്ള പ്രതിസന്ധികളെ പറ്റി ചിന്തിച്ച് വല്ലാതെ വിഷമിക്കുകയാണ്. കാരണം മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ ഒന്നായി പുറകെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരികയും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ദയനീയമായ അവസ്ഥയിൽ വരെ നിങ്ങൾ എത്തി നിൽക്കുകയും ചെയ്യുന്നു. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ജീവിതത്തിൽ അത്രയേറെ പരീക്ഷണങ്ങളും കഷ്ടകാലങ്ങളുമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് സമാധാനം കണ്ടെത്തുന്നതല്ലാതെ ഒരു വിധത്തിലുള്ള സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം
നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി അന്നേ ദിവസം നിങ്ങളിൽ തെളിയുന്ന ഈ മാളവ്യ രാജയോഗം കൊണ്ട് നിങ്ങളിലേക്ക് വരേണ്ടിയിരുന്ന ചില ദൗർഭാഗ്യങ്ങളുടെയും ദോഷങ്ങളുടെയും ആക്കം കുറയുകയും നേരെമറിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തേടിയെത്തുകയും ചെയ്യും. ഇതിൽ തന്നെ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ഏതൊക്കെയോ ധനുരാശിയിൽ പിറന്ന വ്യക്തികൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം പരാജയം കുറച്ച് നാളുകളായി നേരിടുന്നുണ്ട്. അതായത് ആ ബിസിനസ്സിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം നിഷ്ഫലമാക്കുന്ന തരത്തിലുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ ഈ മാളവ്യ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്ന ജൂൺ 4 തീയതി വ്യാഴാഴ്ച മുതലുള്ള സമയം എന്ന് പറയുന്നത് ധനുരാശിക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുവാൻ തുടങ്ങുന്ന ഒരു സമയമായിരിക്കും. അതിനാൽ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്കൊക്കെ അതിൽ നിന്ന് ഇരട്ടി ലാഭം ഉണ്ടാവുകയും ഒപ്പം തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. ഇനി അതുപോലെ തന്നെ നിലവിൽ ഈ അധ്യായം കാണുന്ന ധനുരാശിക്കാരുടെ ജീവിതത്തെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്നത് ദൈനംദിനം പെരുകി വരുന്ന കടബാധ്യതകളാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കടബാധ്യതകളുമില്ലാതെ ഒറ്റ ദിവസമെങ്കിലും ജീവിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ പെടുന്ന പെടാപ്പാട് ചെറുതൊന്നുമല്ല. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ഏതൊക്കെയോ ധനുരാശിക്കാർക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒട്ടനവധി അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വരികയും അങ്ങനെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് വരെ ചിന്തിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ സാമ്പത്തികമായി അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി പരിഹരിക്കപ്പെടുവാൻ പോകുന്ന സമയമാണ് ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ജൂൺ 4 തീയതി വ്യാഴാഴ്ച നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു ധനവരവ് ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കിയിരുന്ന കടബാധ്യതകൾ അന്നേ ദിവസം തന്നെ പരിഹരിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വഴിത്തിരിവാകുന്ന എന്തൊക്കെയോ പുതിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും ആ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി തന്നെ നടപ്പിലാക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയവും കൂടിയാണ് ഇത്. മാത്രമല്ല ധനുരാശിക്കാരായിട്ടുള്ള ചില ആളുകൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാലും അതിലെല്ലാം കാര്യതടസ്സങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ചിലർക്കാണെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ചില ശ്രമങ്ങളായിരുന്നു തുടരെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന കാര്യതടസ്സങ്ങൾ ഇല്ലാതാവുകയും ജീവിതത്തെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ തക്കതായ ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനും പോവുകയാണ്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ജൂൺ 4 തീയതി വ്യാഴാഴ്ച ധനുരാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി രണ്ടാമതായി ഈ ജൂൺ 4 തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ ദിവസവും കടന്നു പോകുവാൻ നിങ്ങൾ പെടുന്ന പാട് വളരെ ഏറെയാണ് എന്നതാണ് സത്യം. കാരണം
നിങ്ങൾ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിൽ ഒരു മേൽഗതി കാണുവാൻ കഴിയുന്നതേയില്ല എന്നതാണ് അവസ്ഥ. അങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് മാനസികമായ ദുഃഖങ്ങൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ മാളവ്യ രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാളവ്യ രാജയോഗം സിദ്ധിക്കുന്ന ദിവസമായ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള പല സാഹചര്യങ്ങൾക്കും ഉണ്ടാകുവാൻ പോകുന്ന മാറ്റം അത്രയ്ക്ക് വലുതാണ്. ഏറ്റവും പ്രധാനമായി കർമ്മമേഖലകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയോ ഇടവം രാശിക്കാർക്ക് ഏറ്റവും സന്തോഷകരമായ ചില മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ പോകുന്നത്. അതായത് ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതിസന്ധികൾക്ക് ഒരു മാറ്റമുണ്ടാകണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് തക്കതായ ഒരു ഭാഗ്യസമയം നിങ്ങളിൽ ഇല്ലാതിരുന്നതിനാൽ തന്നെ ഇതുവരെ ഒരു സന്തോഷകരമായ സംഭവങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഈ രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്ന ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുവാൻ അത്രയധികം ആഗ്രഹിച്ച തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ദിവസമായിരിക്കും. മാത്രമല്ല, സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്തുവാനായി എല്ലാ വിധത്തിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും ഈ സമയം ഏറ്റവും മികച്ചതാണ്. ഇനി കർമ്മമേഖലകളിൽ മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ രാജയോഗം നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നുള്ളതും അച്ചിട്ടായ കാര്യമാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വിവാഹ തടസ്സം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് ഒരു ജീവിത പങ്കാളിയോടൊപ്പം സന്തോഷത്തോടെ ജീവിതം നയിക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം നടക്കാതെ പോകുന്നു എന്ന് പോലും ഭയക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലാണ് ഇതിൽ ആരൊക്കെയോ എത്തി നിൽക്കുന്നത്. എന്നാൽ അത്തരത്തിൽ കാലങ്ങളായി വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഈ മാളവ്യ രാജയോഗം നിങ്ങളിൽ തെളിയുന്ന ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ചയോടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മാത്രമല്ല, ഈ രാജയോഗം തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ചില സന്തോഷങ്ങൾ അനുഭവിക്കുവാനും അതുപോലെ തന്നെ കുടുംബത്തിൽ ഏറ്റവും അധികം സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് നിലവിൽ ഈ അധ്യായം കാണുന്നതിൽ ചില ഇടവം രാശിക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കൊണ്ട് കുടുംബത്തിൽ കയറി ചെന്നാൽ ഒരു വിധത്തിലുള്ള സമാധാനവുമില്ലാത്ത അവസ്ഥയായിരുന്നു കുറച്ചു നാളുകളായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മാളവ്യ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പോസിറ്റീവായ ഒരു മാറ്റമാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരു കാരണവശാലും പരിഹാരം കാണുവാൻ ഉടനെയെങ്ങും കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഏതൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്നാൽ അവയ്ക്ക് പരിഹാരമുണ്ടായി മതിയാകൂ താൻ. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുന്ന ഇടവം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിലുള്ള ഒരു ധനവരവ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്ന സമയമായിരിക്കും.
ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തതായി ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന 3-ാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജീവിതത്തിൽ മാറി മാറി കഷ്ടകാലങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ തുടർക്കഥയായി കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അതേ രീതിയിൽ നടന്നു കിട്ടാത്ത തരത്തിൽ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സങ്ങളും സാമ്പത്തികമായി വളരെ വലിയ രീതിയിലുള്ള തകർച്ചകൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയുമാണ് വിട്ടുമാറാതെ നിങ്ങളെ പിന്തുടരുന്നത്. ഇനി ഈ പ്രതിസന്ധികൾക്കെല്ലാം പുറമേ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഏതൊക്കെയോ മകരം രാശിയിൽ പിറന്ന വ്യക്തികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം കൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടണമെന്ന് അത്രയധികം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ജീവിതത്തിൽ ഇപ്പോൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പോലും നിങ്ങൾക്കില്ല. അപ്പോൾ അത്തരത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ചയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നിരിക്കും. ഒപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും മകരം രാശിക്കാർക്ക് ഈ രാജയോഗം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത് അതിമഹത്തായ ചില അനുഭവങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മകരം രാശിക്കാർ കടബാധ്യതയിൽ മുങ്ങി ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ നടത്തിയെടുക്കുവാൻ കഴിയാതെ ജീവിതത്തോട് പൊരുതി നിൽക്കുവാൻ കഷ്ടപ്പെടുകയാണ്. എന്നാൽ പല വഴികളിൽ നിന്നും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുകയും നിങ്ങളുടെ വരുമാന സ്രോതസ്സിൽ തന്നെ ഒരു ഉയർച്ചയുണ്ടാവുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ രാജയോഗം നിങ്ങളിൽ കാണുന്നത്. ഇനി ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഏതൊക്കെയോ മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ വളരെ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്ന് എന്തൊക്കെയോ തരത്തിലുള്ള ചതിവുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതായത് അതിലൂടെ നിങ്ങൾക്കുണ്ടായത് സാമ്പത്തിക നഷ്ടമോ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളോ ആകാം. എന്നാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച വ്യക്തികൾക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദ്രോഹിക്കുന്ന ആളുകൾക്കുമെല്ലാം തന്നെ ഒരു തിരിച്ചടി ലഭിക്കുന്ന സമയമാണ് ഇത്. പ്രത്യേകിച്ച് ശത്രുദോഷമൊക്കെ അനുഭവിച്ചു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇതിലുണ്ട്. അതായത് ഒരു രീതിയിലും നിങ്ങളെ ജീവിതത്തിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളെ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടുകയാണ്. എന്നാൽ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതോടെ ശത്രുദോഷം കൊണ്ടൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന മകരം രാശിക്കാർക്ക് അതിൽ നിന്ന് മുക്തി നേടുവാനും നിങ്ങളുടെ ജീവിതത്തിലെ പല ദുരവസ്ഥകളും ഇല്ലാകുന്നതായി സ്വയം അനുഭവത്തിൽ വരികയും ചെയ്യും. അതായത് ഈ ദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ തന്നെ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വയമേ വന്നു ചേരും. ഇനി ഏറ്റവും പ്രധാനമായി മകരം രാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയം ഏറ്റവും മികച്ചതാണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ മകരം രാശിയിൽ പിറന്നവരായി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ
അവർ വളരെ വലിയ രീതിയിലുള്ള മികവ് പഠന കാര്യങ്ങളിലും മറ്റും ചെലുത്തുന്നത് കാണുവാനും അതുപോലെ തന്നെ പല നേട്ടങ്ങളും കൈവരിക്കുന്നത് കാണുവാനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയും. ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പ്രായഭേദമന്യേ മികച്ച സമയം തന്നെയാണ് ഇത്. അപ്രകാരം നോക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നട്ടം തിരിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഈ രാജയോഗം നിങ്ങളിലേക്ക് വലിയ സൗഭാഗ്യങ്ങളെയാണ് കൊണ്ടെത്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച തെളിയുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് ഒട്ടനവധി ശുഭകരമായ കാര്യങ്ങളാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.